എണ്ണാന്ന് പറയുന്നത് അത്ര വലിയ വില്ലനാണോ? ഇപ്പോൾ ഒരാൾക്ക് ഒരു നെഞ്ചിലൊരു വിഷമം വന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഗ്യാസ് ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ? ഇത് വളരെ യങ് ആയിട്ടുള്ള ആളുകൾക്കാണ് കാർഡിയാക് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. ഒരു ദിവസം 1 പെഗും 2 പെഗും കഴിച്ചിട്ട് ഇവിടെ ആർക്കും അസുഖം വന്നിട്ടില്ല. അതൊക്കെ ആക്ച്വലി ശരീരത്തിന് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ ഹാർട്ട് അറ്റാക്ക് കേട്ടാലും ആദ്യം എല്ലാവരും ഒരുമിച്ച് പറയുന്നത് കോവിഡ് വന്നതിന് ശേഷമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയം അത് ഹൃദയമാണ്. പക്ഷെ എത്രയൊക്കെ സംസാരിച്ചാലും സംശയങ്ങൾ തീരാത്ത വിഷയവും ഹൃദയമാണ്. ഇന്നും നമ്മുടെ സബ്ജക്റ്റ് ഹൃദയം തന്നെയാണ്. വി ഹാവ് ഒരു ഹൃദയം തുറന്ന് ചിരിക്കുന്ന എക്സ്പേർട്ട്, ഒരു കാർഡിയോളജിസ്റ്റ്, ഡോക്ടർ ഹർഷ ജീവൻ, കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ആണ്, അപ്പോളോ അഡ്ലെക്സ് ഹോസ്പിറ്റൽ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു, ഹാപ്പി ടു ബി ഹിയർ. നേരത്തെ പറഞ്ഞല്ലേ, ഹൃദയം, ഞാൻ ഡോക്ടർ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ഡോക്ടറുടെ ചിരിയാണ്. എന്തൊരു സന്തോഷത്തിലാണ് ഡോക്ടർ ചിരിക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്ട്രെസ് എന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ജോലി ചെയ്യുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. പക്ഷേ സ്റ്റിൽ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ ഭയങ്കര ചിരിച്ച് സന്തോഷമായിട്ട് വരുന്ന ആൾക്കാരാണ്. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലേ? But stress is definitely part of the job. But then if you enjoy what you do, then അതിനകത്ത് ചിരിക്കാൻ അവസരം ഉണ്ടാവും. പിന്നെ നമ്മൾ വേറെ ഒരാളുടെ അസുഖമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാറ്റാൻ ഒരു അവസരമുണ്ട്. അങ്ങനെ ഒരു കഴിവുള്ളതുകൊണ്ട് അത്രയും നമുക്ക് നല്ലതാണ്. അതെപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഒരു കാരണമാണ്. എത്ര ബുദ്ധിമുട്ടായാലും ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടി ഉണ്ട്. ബട്ട് when somebody gets well, somebody is better ആവുകയാണെങ്കിൽ അത് നമുക്ക് അത്രയും നല്ലതാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇപ്പം പറഞ്ഞ മാതിരി ഹൃദയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചിട്ടാണ്. പക്ഷെ എത്ര സംസാരിച്ചാലും പിന്നെയും കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പം ഐ തിങ്ക് നമുക്ക് തുടങ്ങുന്നത് ഹാർട്ട് ഡേ വെച്ച് തുടങ്ങാം. ഹാർട്ട് ഡേ അപ്രോച്ച് ചെയ്യാണ് 2024. ഓരോ ഹാർട്ട് ഡേക്കും ഓരോ തീം ഉണ്ടാവും. 2024 ഹാർട്ട് ഡേ തീം എന്താണ്? യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. ഓക്കെ, യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്ന് വെച്ചാൽ 2-3 തരത്തിൽ നമുക്കത് അതിനെപ്പറ്റി എടുക്കാം. ദി ഫൗണ്ടേഷൻ വിച്ച് റൺസ് ദിസ്, അവർ പറയുന്നത് യൂസ് ഇറ്റ് ഫോർ മേക്കിംഗ് എ ഹെൽത്ത് പോളിസി അറ്റ് നാഷണൽ ലെവൽ ഓർ ലോക്കൽ ലെവൽ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതല്ലാതെ നമുക്ക് യൂസ് ഹാർട്ട് ഫോർ ആക്ഷന് നമുക്ക് 2-3 ഭാഗത്ത് നോക്കുകയാണെങ്കിൽ, വൺ ഇസ് അറ്റ് യുവർ ഓൺ ഇൻഡിവിജ്വൽ പേഴ്സണൽ ലെവൽ, വാട്ട് ടു ഡു, ഹൗ ടു യൂസ് യുവർ ഹാർട്ട് ഫോർ ആക്ഷൻ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, when you are having a doubt, if you are having a heart disease, ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് തിങ്കിങ് വെദർ യു ഹാവ് എ ഹാർട്ട് പ്രോബ്ലം ഓർ നോട്ട്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരാൾക്ക് ഒരു നെഞ്ചിലൊരു വിഷമം വന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഗ്യാസ് ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ? അപ്പോൾ അവർ നോക്കുമ്പം വൺ ഓഫ് മൈ കൊളീഗ്സ് സെഡ് ദിസ്, ഹി സെഡ് തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്ക് വരുവാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആണ്, എനിക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു വിഷമം വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇങ്ങനെയൊരു ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ദ മോസ്റ്റ് ഡേഞ്ചറസ് ടൈം ഇസ് ദ ടൈം ടു ആക്ഷൻ. നമ്മളത് ചിന്തിച്ച് വിഷമിച്ച് അതിനെപ്പറ്റി ഡോക്ടറെ അല്ലെങ്കിൽ ഫാമിലിയുടെ ഹെൽപ്പ് തേടാതിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഫസ്റ്റ് തിങ് ടു ഡു, കോൾ ദ പേഴ്സൺ നിയറസ്റ്റ് ടു യു. ഇറ്റ് ക്യാൻ ബി എ ഫാമിലി, ഇറ്റ് ക്യാൻ ബി എ ഫ്രണ്ട്, co-worker, whoever it is. I have a problem. Call for help. If you don't have anybody അടുത്ത ആരും ഇല്ലെങ്കിൽ, ടേക്ക് എ ഫോൺ. നമുക്ക് ഇഷ്ടം പോലെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, വേറെ ഹോസ്പിറ്റൽസിൻ്റെ നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അവർ വിളിക്കുക, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ആൻഡ് ഇഫ് ദ പെയിൻ ഇസ് സിവിയർ, ഇപ്പോൾ നമുക്ക് നെഞ്ചുവേദനയുണ്ട്, കൂടുതലാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ ബെറ്റർ നോട്ട് ടു ഡ്രൈവ്, വെരി ഇമ്പോർട്ടൻറ്റ്. സ്വന്തമായിട്ട് ചെല്ലുക ആൻഡ് ഗെറ്റ് എ സിമ്പിൾ ടെസ്റ്റ്. അപ്പോൾ ബാക്കി കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ഡോക്ടറെ ഒന്ന് കാണുക, ഒരു ECG എടുക്കുക. ആൻഡ് ദെൻ ഈ ടൈം ടു ആക്ഷൻ, സോ യൂസ് യുവർ ഹാർട്ട്, ലിസൺ ടു യുവർ ഹാർട്ട്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. അതാണ് അതിൻ്റെ ഫസ്റ്റ് പെർസ്പെക്റ്റീവ്. The second perspective is at a different level, how the government or your community can help you എന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ തീമിനകത്ത് ഇവർ പറയുന്നത് ദാറ്റ് യു ക്യാൻ ഹാവ് എ നാഷണൽ പോളിസി ഫോർ ഹാർട്ട് ഡിസീസ്, വിച്ച് ഐ എം വെരി ഹാപ്പി ടു സേ വി ഹാവ് എ ലോങ് റണ്ണിങ് നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോഗ്രാം. എന്ന് വെച്ചാൽ NCD എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ് ക്യാൻ ബി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഇഷ്ടം പോലെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിൽ ഇത് അവർ റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ദർ ഇസ് സംതിങ് കോൾഡ് അമൃത ആരോഗ്യം. ദിസ് യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ, കേരള ഇസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് ദിസ് പ്രോഗ്രാം, ദാറ്റ് ഇസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രോഗ്രാം. നമുക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കിൻ്റെയോ BPയുടെ ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സബ് സെൻറ്റേഴ്സ് എല്ലാത്തിലുള്ളതാണ്. ബട്ട് ദ സർപ്രൈസിങ് തിങ് ഇസ്
നോട്ട് മെനി പീപ്പിൾ നോ അബൌട്ട് ഇറ്റ്. ആർക്കും അറിയില്ല. ഒരു സർവേ നടത്തി, ഇങ്ങനെയൊരു ഹോസ്പിറ്റൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് അടുത്തുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു 50% ആൾക്കാർക്ക് ഇതുണ്ടെന്ന് അറിയില്ലായിരുന്നു. ബാക്കി 50% ആൾക്കാരോട് ഞങ്ങളെന്താ ഇവിടെ പോകാത്ത, ഒരു ബി പി ഒക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഇൻകൺവീനിയൻസ് ആണ്, പോകാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ നമ്മളോട് വന്ന് നിങ്ങളൊന്ന് ബി പി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ദാറ്റ് പാർട്ട് ഇസ് ദർ. അല്ല, അപ്പോൾ ഈ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഹെൽത്ത് സെന്റേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സെൽ ഫോർ ഇങ്ങനത്തെ ഇതിനകത്തുണ്ട്. ആണോ? അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് ഒരു കോമണർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി ബി പി ചെക്ക് ചെയ്യാം, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട്. ദർ ഇസ് എ സ്ക്രീനിങ് പ്രോഗ്രാം, ഇറ്റ് ഇസ് കോൾഡ്. അപ്പോൾ ഇഫ് യു വാണ്ട് ഡാറ്റ, ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഒരു 1.34 crore, ഇറ്റ് ഇസ് എ സ്മോൾ, നോട്ട് എ സ്മോൾ നമ്പർ, ഇത്ര ആൾക്കാരെ അവർ സ്ക്രീൻ ചെയ്തിട്ട് അതിനകത്ത് ഓൾമോസ്റ്റ് 9 lakh പീപ്പിൾ ദേ ഫൗണ്ട് ടു ഹാവ് ബി പി, 10 lakh പീപ്പിൾ ഹാഡ് ഹൈപ്പർ ടെൻഷൻ, 3 ലക്ഷം ആൾക്കാർക്ക് ബി പിയും ഷുഗറും ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു. ദിസ് ഈസ് കോൾഡ് പ്രൈമോർഡിയൽ ഓർ ഏർലി പ്രിവെൻഷൻ. എന്ന് വെച്ചാൽ ഒരു അസുഖത്തിൻ്റെ തുടക്കം വരുമ്പോഴത്തേക്കിനും അതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക, അത് ചികിത്സിക്കുക. അപ്പോൾ ബി പി കുറയ്ക്കുക, ഷുഗർ കൺട്രോൾ ചെയ്യുക, അതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും ഹാർട്ട് ഡിസീസ് വിച്ച് വി ആർ ഡിസ്കസിങ്, അതിൻ്റെ ഇൻസിഡൻസ് കുറയും. ഹാർട്ട് ഡിസീസ് മാത്രമല്ല, ഇത് ഓൾമോസ്റ്റ് എല്ലാ ഡിസീസിൻ്റെ ഒരു തുടക്കം ഇവിടെയാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രിവെൻഷൻ ആൾക്കാരോട് ഇങ്ങനെയൊരു ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഇതാകുമ്പോൾ ആൾക്കാർക്ക് ഇത് ഗവൺമെൻറ് ആണല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് നൗ ഡേയ്സ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക്. ഇത്ര ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേയും കൂടി ഒക്കെ ആൾക്കാർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനോട്, ഗവൺമെന്റ് ഹെൽത്ത് സെന്റേഴ്സിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു കെയർ നല്ലതാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് ദ ജനറൽ ഹോസ്പിറ്റൽ ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ജനറൽ ഹോസ്പിറ്റൽസ് ഇൻ ദ കൺട്രി. അതുപോലെ ഇറ്റ് ഇസ് നോട്ട് ഓൺലി ദ ഗവൺമെൻറ് മേജർ ഹോസ്പിറ്റൽസ്, ഓൾ ദി സബ് സെൻറ്റേഴ്സ്, എല്ലായിടത്തും ദർ ആർ സ്മോൾ പ്രോബ്ലംസ്, ഐ അഗ്രി. ബട്ട് ദെൻ അങ്ങനെ ഒരു ബേസിക് ഇതിന് വേണ്ടി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം. നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനത്തെ സബ് സെൻറ്റേഴ്സ് ഉൾപ്പെടെ ഉണ്ട് അല്ലേ? നൈസ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ വേൾഡ് ഹാർട്ട് ഡേ 2024 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഈ വേൾഡ് കൺട്രീസിലൊക്കെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ക്യാമ്പയിനിൽ. അതെന്താ അത്? They want to have raise awareness for heart disease. നമുക്ക് ഇങ്ങനെയാണ്, we should have a national policy, we should have implement national policy. You can do at different levels. A petition to say, for example, stop tobacco use, avoid smoking in public places, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പെറ്റീഷനായിട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഗവൺമെൻറ് റിയലൈസസ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം വിച്ച് നീഡ്സ് ടു ബി ടാക്കിൾഡ്. അതിനൊരു പെറ്റീഷൻ ദേ ആസ്ക് ഫോർ 1 million signatures എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ 1 million ഇസ് നത്തിങ്. ഓൾറെഡി വി ഹാവ് ഗോട്ട് എ ഫാന്റാസ്റ്റിക് പ്രോഗ്രാം റണ്ണിങ്. ഓൺലി തിങ്സ് നമ്മൾ ആൾക്കാരോട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, പ്ലീസ് യൂസ് ഇറ്റ് ആൻഡ് ടേക്ക് ഓൾ ദി ഹെൽപ്പ് നെസസറി. ഇപ്പോൾ ഇങ്ങനെയൊരു പെറ്റീഷൻ സൈൻ ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്ന് അറിയാം. ബട്ട് ദേ ഓൾറെഡി ഹാവ് എ പ്രോഗ്രാം ഇൻ ആർ കൺട്രി. നമ്മുടെ നാട്ടിൽ നല്ലപോലെ നടക്കുന്നതാണ്. കേരളത്തിൽ എസ്പെഷ്യലി ബിക്കോസ് ദർ ഇസ് എ ഹൈ ലിറ്ററസി റേറ്റ്, ആൾക്കാർക്ക് നല്ല ബോധമുണ്ട്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനത്തെ ഇത് വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊരു പ്രോഗ്രാം എന്നുള്ള കാര്യം ആൾക്കാരുടെ പറഞ്ഞു കൊടുത്താൽ മതി, ദേ വിൽ ബി ഹാപ്പി ടു യൂട്ടിലൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ടോക്കിൻ്റെ ഇതൊരു 2-3 പേർക്കെങ്കിലും ഇങ്ങനെയൊരു സെൻറ്റർ ഉണ്ട്, നിങ്ങൾക്കിത് പോകാം, യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് എന്ന് അറിഞ്ഞാൽ അത്രയും നമുക്ക് ഗുണം കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ അത് ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പം ഏതൊക്കെ ഹെൽത്ത് സെൻറ്റേഴ്സിലുണ്ട്, ഏതൊക്കെ ഹോസ്പിറ്റൽസിൽ ഈ സെല്ലുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? മോസ്റ്റ് ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്കിന് ദർ വിൽ ബി എ പേഴ്സൺ ഹു ഇസ് ദ ഡോക്ടർ ഓർ ദി നേഴ്സ് ഓർ ദ പാരാമെഡിക്കൽ സ്റ്റാഫ് അവരുണ്ടാവും. അവരോട് ചോദിച്ചാൽ അവർ പറയും. അപ്പോൾ ബേസിക് സ്ക്രീനിങ് എല്ലായിടത്തും നടക്കും. ബട്ട് ദെൻ ഇഫ് ദർ ഇസ് എ കോംപ്ലിക്കേറ്റഡ് തിങ്സ്, പേഷ്യൻറ്റ് ഹാർട്ട് ഡിസീസ് ഉണ്ട്, ബുദ്ധിമുട്ടാണെങ്കിൽ ദ റെഫർ ടു ഹയർ സെൻറ്റർ. പിന്നത്തെ ഈ ടയേർഡ് സിസ്റ്റം ഉള്ളപ്പോൾ ബേസിക് ക്യാൻ ബി ഡൺ ഇൻ എനി സെൻറ്റർ. ബട്ട് ദെൻ ആസ് യു ആർ ഹാവിങ് എ ഹയർ ഡിസീസ് വേറെ സെൻറ്റേഴ്സിലോട്ട് അവർ റെഫർ ചെയ്യും. അവർ തന്നെ റെഫർ ചെയ്തോളൂ. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ സ്ക്രീനിങ് ഉണ്ടല്ലോ, അതായത് പ്രിവെൻഷൻ, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുന്നത്. ബേസിക്കലി നമ്മളൊരു 30 വയസ്സ് വരെ വി ആർ കെയർ ഫ്രീ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ ഏറ്റവും ഹെൽത്തി എന്ന് നമ്മൾ പറയുന്നൊരു സമയമാണ്. ഓക്കെ, വി സേ ഒരു 35 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ഒരു 35 വയസ്സ് കഴിഞ്ഞവരെയാണ് കൂടുതൽ ആരോഗ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക. കാരണം ഇനി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് അപ്പോഴാണ് നമുക്ക് തോന്നി തുടങ്ങുക. ശരിക്കും ആക്ച്വലി നമ്മുടെ ഹാർട്ടിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻഷൻ മോഡിൽ ഇതൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നോ യുവർ നമ്പേഴ്സ് എന്ന്, അതറിയണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് നടത്തണം എന്ന് പറയുന്നത് ഏത് ഏജ് തൊട്ടിട്ടാണ്? 18 years onwards according to international recommendations.
നമ്മുടെ ഇന്ത്യൻ ക്രൈറ്റീരിയാസ് ആഫ്റ്റർ 30 അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഗോ ഫോർ എ ബേസിക് ചെക്കപ്പ് എന്നാണ് നമ്മുടെ ഈ നാഷണൽ കമ്മ്യൂണിറ്റി ക്രൈറ്റീരിയ. ബട്ട് വേൾഡ് വൈഡ് നോക്കുവാണെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും സപ്പോസിങ് യു ആർ എൻ ഒബീസ് ചൈൽഡ് ഓർ യു ആർ ഈറ്റിംഗ് എ ലോട്ട് ഓഫ് ഫുഡ്, നോ എക്സർസൈസ്, മിക്ക പിള്ളേർക്ക് ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ വരുവാണെങ്കിൽ ദേ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് സ്ക്രീനിങ് അറ്റ് 18 ഇയേഴ്സ്. 18 ഇയേഴ്സ് വെച്ചാൽ അവർ ഒന്ന് BP നോക്കും, കൊളസ്ട്രോൾ നോക്കും, ഷുഗർ നോക്കും, ഇത്രയും മതി. ചെക്ക് ചെയ്താൽ എന്നിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും വാട്ട് ഇസ് എ പ്രോബ്ലം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോൾ ശ്വാസമുട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഡിസീസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കുക. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ എനി ഓഫ് ദീസ് നമ്പേഴ്സ് ആർ നോട്ട് കറക്റ്റ് ഫോർ ദ ഏജ്. ഇപ്പോൾ നമുക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ യൂഷ്വലി അറ്റ് ദാറ്റ് ഏജ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. എന്ന് വെച്ചാൽ അവരോട് പറയുക ഭക്ഷണം ശ്രദ്ധിക്കുക, മെഡിക്കേഷൻ വേണ്ട. എനിവേർ ദ ഫസ്റ്റ് തിങ് ഇസ് ഇവർ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലീസ് റീചെക്ക് ആഫ്റ്റർ 3 to 6 months. അത് കുറഞ്ഞു വരുവാണെങ്കിൽ അത് കുഴപ്പമില്ല. മരുന്ന് കൊണ്ട് പിള്ളേരെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ ചികിത്സിക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് ഫ്രം മൈ സൈഡ് ഇനീഷ്യൽ ഫേസസ് ദേ ഷുഡ് ഓൾവേസ് ഹാവ് എ ട്രയൽ. 2 വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, അവരോട് ഇങ്ങനെയൊരു സംഗതി ഉണ്ട്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹെഡിങ് ഫോർ എ പ്രോബ്ലം. സെക്കൻഡ് തിങ്, മിക്ക ആൾക്കാർക്കും ഇപ്പോൾ അറിയാം, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾക്കൊരു കാർഡിയക് പ്രോബ്ലം ഉണ്ടെങ്കിലോ ഷുഗർ പ്രോബ്ലം ഉണ്ടെങ്കിലോ, കിഡ്സ് ആർ വെരി സ്മാർട്ട്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് കെയർ സോ യു ഷുഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. അവരോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞില്ലെങ്കിൽ ദേ വിൽ ബി ഹെഡിങ്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ 30 വയസ്സ് കഴിഞ്ഞിട്ട് അപ്പം ശ്രദ്ധിക്കാം എന്നുള്ള വെച്ചാൽ ഈ അസുഖം നിങ്ങൾ 10 കൊല്ലങ്ങൾ കൊണ്ട് നടന്നാൽ അത് കഴിയുമ്പോഴത്തേക്കിനും കോംപ്ലിക്കേഷൻസ് വരാൻ, അപ്പോൾ ഹാർട്ടിനെയോ ബ്രെയിനിനെയോ കിഡ്നിനെയോ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇനീഷ്യലി ഒരു സിമ്പിൾ ചെക്കപ്പ് നടത്തിയിട്ട് മേക്ക് ഷുവർ എവറിത്തിങ് ഇസ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബേസിക് ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇതിനകത്ത് നോക്കിയാൽ മതി. ഇൻഫാക്ട് ഗവൺമെൻറ് ഹാസ് എ സെറ്റപ്പ് ഫോർ നമ്മൾ എത്ര ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ദർ ഇസ് എ പ്രോഗ്രാം വിച്ച് ഇസ് ഗോയിങ് ഓൺ. നമ്മൾ ടു പ്രിവെൻറ്റ് ഒബേസിറ്റി, പ്രിവെൻറ്റ് ഡയബറ്റീസ്, പ്രിവെൻറ്റ് കൊളസ്ട്രോൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ദേ ആർ ഗിവിങ് ദർ ഇനീഷ്യേറ്റീവ്സ്, ബട്ട് ദെൻ വി ഹാവ് ടു യൂട്ടിലൈസ് ദം. ആൻഡ് ഈ സ്ക്രീനിങ് പ്രോസസ് ഇസ് ദ ഫസ്റ്റ് ബേസിക് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ പ്രൊസീഡ്. ഓക്കെ. അപ്പോൾ ഈ 18 വയസ്സിൽ ഇപ്പോൾ നമ്മൾ പറയാം, നമ്മൾ ചെന്നു ചെക്ക് ചെയ്തു, BP, കൊളസ്ട്രോൾ, ഷുഗറൊക്കെ ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ എത്ര നാൾ കഴിയുമ്പോൾ അത് വീണ്ടും ഒരു റീചെക്കപ്പിന്? ഐഡിയലി യു ഷുഡ് ഹാവ് എൻ ആനുവൽ ചെക്കപ്പ് വൺസ് ഇയർ ഒന്ന് ചെയ്യുക. ഓർ ഇഫ് യു ആർ വെരി ഫിസിക്കലി ഫിറ്റ്, വലിയ കുഴപ്പമില്ലെങ്കിൽ യു ഡു ഇറ്റ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ വൺസ് ഇൻ 2 years. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഇപ്പം ഇഫ് യു ആർ ജോയിനിങ് കോർപ്പറേറ്റ് സെറ്റപ്പ് ഓർ സംതിങ് ദേ ഹാവ് എ ആനുവൽ ഹെൽത്ത് പാക്കേജ് വെർ യു ആർ സപ്പോസ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്നാണ്. മിക്ക ആൾക്കാരും അത് ചെയ്യാറുണ്ട്. സോ വൺ യു സ്റ്റാർട്ട് ഇൻ ദാറ്റ് പ്രോസസ്. സെക്കൻഡ് തിങ്, ടുവേർഡ്സ് എൻഡ് ഓഫ് യുവർ കരിയർ, മിക്ക ആൾക്കാരും ആഫ്റ്റർ ദ ഏജ് നിങ്ങൾ പറഞ്ഞാൽ 35, 40, 50 ഒക്കെ ആകുമ്പോഴത്തേക്കും ദേ ആർ മോർ ഹെൽത്ത് കോൺഷ്യസ്. അപ്പം ഈ എല്ലാ വർഷം പോയി ഇത് ചെക്ക് ചെയ്ത് നോക്കും, മരുന്ന് വേണമെങ്കിൽ കഴിക്കും, ട്രീറ്റ്മെൻറ്റ് എടുക്കും. ബട്ട് വൺസ് യു ക്രോസ് 60, ഫോർ എക്സാമ്പിൾ യു ആർ റിട്ടയറിങ്, അത് കഴിയുമ്പോഴത്തേക്കിനും ഈ ദർ ഇസ് നോ കമ്പനി ഓർ ഗവൺമെൻറ് ഹെൽത്ത് പാക്കേജ് ഫോർ യു. നമ്മളെ നിർബന്ധിച്ച് ചെക്കപ്പ് എടുപ്പിക്കാൻ ആരുമില്ല. ആ സമയത്താണ് അസുഖം ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് നടത്തത്തില്ല, വീട്ടിലിരിക്കും, ഞങ്ങൾക്ക് ഇത്രയും വർഷം കുഴപ്പമില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. വെരി ഡേഞ്ചറസ്. ആ സമയത്ത് ഐഡിയലി യു ഷുഡ് ഗോ ഫോർ എൻ ആനുവൽ ചെക്കപ്പ് ആൻഡ് സി. എപ്പോഴാണ് അസുഖം വരിക എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ എപ്പോഴും ഈ അസുഖത്തിൻ്റെ തുടക്കത്തിൽ ചികിത്സിക്കുന്നതാണ് അത്ര എളുപ്പം, റാദർ ദാൻ ഒരു അസുഖം വന്ന് പൂർണ്ണമായിട്ട് വരുന്നേക്കാളും. മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം ഇത് പണ്ട് ഇപ്പോൾ ഒരു 60 വയസ്സ്, അതായത് നമ്മുടെ വീട്ടിൽ മുത്തശ്ശനും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും ഒക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലെ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിന് കാർഡിയാക് അറസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നൊരവസ്ഥ, അതായത് വളരെ യങ് ആയിട്ടുള്ള ആളുകൾക്കാണ് കാർഡിയാക് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ബീയിങ് എ കാർഡിയോളജിസ്റ്റ്, ബീയിങ് ഇൻ ദിസ് ഫോർ എ വൈൽ നൗ, എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ കാർഡിയോളജിസ്റ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ ഇതിനൊരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? ഒന്ന്, ഇഫ് യു ആർ ഇന്നത്തെ കാലത്ത് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് we should discuss, that is smoking or any kind of tobacco use. Okay. This is a very strong factor. Second thing, if you have got diabetes, ipa nammade country is being called the diabetes capital of the world. India? Yes, because we will be having the maximum number of diabetes cases in the next few years in the world. Second thing, nammade രക്തക്കുഴലുകൾ for നമ്മുടെ ബുദ്ധിമുട്ടാണത്. ബട്ട് ദെൻ അവർ ബ്ലഡ് വെസൽസ്, എസ്പെഷ്യലി ദി ഹാർട്ട് ബ്ലഡ് വെസൽസ്, കൊറോണറി ആർട്ടറീസ്, മറ്റ് രക്തക്കുഴൽ ആസ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ കൺട്രീസ് ആർ സ്ലൈറ്റ്ലി സ്മോളർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ ജനറ്റിക് ട്രൈറ്റ്. സെക്കൻഡ് തിങ്, വി ഹാവ് ഫൗണ്ട് ദാറ്റ് വി ഹാവ് ഗോട്ട് പ്രിമച്വർ അത്രോസ്ക്ലോസിസ്. പ്രിമച്വർ അത്രോസ്ക്ലോസിസ് എന്ന് വെച്ചാൽ ഒരു രക്തക്കുഴലിനകത്ത് ഇങ്ങനെ കൊഴുപ്പടിയാനോ
ബ്ലോക്ക് വരാനോ ടെൻഡൻസി ഈസ് എ ലിറ്റിൽ ഏർലിയർ. മിക്ക ആൾക്കാരും നിങ്ങൾ പറഞ്ഞാൽ 60 വർഷത്താണ് വെസ്റ്റേൺ കൺട്രീസോ ചൈനയിലോ അങ്ങനെയൊക്കെ അവർ പറയുന്നത്. ഫോർ us it starts off from 30 years onwards, but 40 to 60 ഇടയ്ക്ക് നമുക്ക് നല്ല പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് വരും. അപ്പോൾ ഇങ്ങനെയൊരു നമുക്കൊരു പ്രെഡിലക്ഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രവണത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ഇങ്ങനെയൊരു പ്രോബ്ലമായിട്ട് വരുമ്പോഴത്തേക്കിനും I cannot quote a particular patient's name, but then കേസസ് വരുമ്പോഴത്തേക്കിനും ഒരു യങ് പേഴ്സൺ, ലെറ്റ്സ് സേ ഹീസ് ഇൻ ഹിസ് 40s, നോട്ട് വെരി യങ്, പക്ഷേ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നു, നമ്മളെന്താ ചെക്ക് ചെയ്തു, ഹി ഹാസ് ഹാഡ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഹീസ് അതർവൈസ് കംഫർട്ടബിൾ, വലിയ കുഴപ്പമില്ല, വി ഡു ആൻജിയോഗ്രാം. ആൻജിയോഗ്രാം ഇസ് എ ടെസ്റ്റ്, എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാൻ വേണ്ടിയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നോക്കുക, സാധാരണമായിട്ട് ആ ഏജിൽ ഐ എക്സ്പെക്ട് ഹാർട്ടിന് 3 രക്തക്കുഴലുണ്ട്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചെറിയൊരു തടസ്സം ഉണ്ടാവും, ഇതുകൊണ്ട് മരുന്ന് മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെൻറ്റോ ആൻജിയോപ്ലാസ്റ്റിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുക. ബട്ട് സർപ്രൈസിംഗ്ലി യു വിൽ ഫൈൻഡ് ദാറ്റ് ഞങ്ങളിപ്പം അവിടെ കാണുന്നത് മെനി പീപ്പിൾ ഹാവ് ഗോട്ട് 3 രക്തക്കുഴലിനകത്ത് നല്ല ബ്ലോക്ക് വരും. അപ്പോൾ ഒരു സ്റ്റെൻറ്റോ ഒരു ബ്ലോക്ക് ക്ലിയർ ചെയ്താൽ പറ്റത്തില്ല. ചിലപ്പോൾ ദേ ഗോ ഫോർ എ ബൈപ്പാസ് സർജറി, ദേ നീഡ് മൾട്ടിപ്പിൾ സ്റ്റെൻസ് 40 വയസ്സിൽ. അപ്പോൾ ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സിനും നമുക്ക് ഈ ബ്ലോക്കിൻ്റെ ടെൻഡൻസി കൂടുതലാണ്. നിങ്ങൾ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലും കാണുന്നത് മോർ ആൻഡ് മോർ യങ് പീപ്പിൾ ആർ ഹാവിങ് ഡിസീസ്. അതുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഹാവ് ടു സ്റ്റാർട്ട് മച്ച് ഏർലിയർ, ബിക്കോസ് ഈ ഒരു ബ്ലോക്ക് വരാൻ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കും ആ ലെവലിൽ എത്താൻ വേണ്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ 40 വയസ്സിലോ 45, 60 വയസ്സിൽ കാണുമ്പോഴത്തേക്കിനും ദിസ് അസുഖം ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 കൊല്ലം അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു 10-15 വയസ്സ് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടാവണം. ആ 30 വയസ്സ് തൊട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഹെൽത്തിനെ പറ്റി ഒന്ന് അവെയർ ആയിരിക്കണം. ബിക്കോസ് 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ 50 വയസ്സിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ 40 വയസ്സുള്ള ആൾക്ക് കാർഡിയാക് പ്രശ്നം വരണം, അയാളുടെ ശരീരത്തിൽ ഈ 3 മെയിൻ ഇതിലും ബ്ലോക്ക് ഉണ്ട്, അത് കാര്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 10-20 വർഷം മുന്നേ തുടങ്ങിയതാണ്. അതായത് അയാൾക്കൊരു 20 വയസ്സുള്ളപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവണം അല്ലേ? പിന്നെ ചില ബുദ്ധിമുട്ടുകൾ സ്വന്തം ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇപ്പോൾ ഒരു അസുഖം നമുക്ക് നാച്ചുറലി ചെറിയൊരു ടെൻഡൻസി ഫോർ ഹാർട്ട് ഡിസീസ് ഉണ്ട്, എസ്പെഷ്യലി മലയാളീസിനുണ്ട്, നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലപോലെ പുകവലിക്കുക, നല്ലപോലെ മദ്യപാനം ചെയ്യുക, നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുക. ഈ ടൊബാക്കോ യൂസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ടൊബാക്കോ യൂസ് ഇസ് വൺ ഓഫ് ദ റീസൺസ്. ടൊബാക്കോ യൂസ്, ഡയബറ്റീസ്, പിന്നെ ആൽക്കഹോൾ ആൻഡ് നമ്മുടെ ബ്ലഡ് പ്രഷർ. വെരി കോമൺ തിങ് ഈസ് വിച്ച് എവറിബഡി ഹാസ് ഈസ് സ്ട്രെസ്. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ സ്ട്രെസ് വർക്ക്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ചിലർക്കത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റീവ് തിങ്, നമുക്കത് സ്ട്രെസ് വന്നാൽ നമ്മൾ നല്ലപോലെ ജോലിയും ചെയ്യും. ചിലർക്ക് സ്ട്രെസ് ബുദ്ധിമുട്ടാക്കും, വിച്ച് ക്യാൻ ബി മെൻറ്റൽ ഓർ ഫിസിക്കൽ. ഫിസിക്കൽ പ്രോബ്ലംസ് വെച്ചാൽ ഇങ്ങനെയൊരു ബ്ലോക്ക് വരുന്നത് നമ്മൾ അറിയത്തില്ല. കുറേ നാൾ സ്ട്രെസ് നമ്മൾ ക്രോണിക് സ്ട്രെസ് എന്ന് പറയും. ഒരു ഭാഗത്തല്ല, നമ്മൾ യു ആർ ഇൻ എ ജോബ് വെർ യു ഹാവ് ടു ഫേസ് സ്ട്രെസ് ഡെയിലി. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ദർ ആർ സം ചേഞ്ചസ്. നമ്മളെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് വെച്ചൊരു സംഗതിയുണ്ട്. ദീസ് ആർ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസസ് ഇറ്റ് ടു മേക്ക് us റെഡി ടു ഫേസ് സ്ട്രെസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരം നമ്മളെ എപ്പോഴും റെഡിയാക്കി നിർത്തുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് ക്രോണിക്കായിട്ട് എല്ലാ സമയത്തും അങ്ങനെയാണെങ്കിൽ ബോഡിക്ക് റെസ്റ്റ് കിട്ടാത്തപ്പം നമ്മുടെ മെയിൻ റോഡ്സ് ഇൻ ദ ബോഡി ഈ രക്തക്കുഴലുകളാണ്. തലച്ചോറ് തൊട്ട് കാലിൻ്റെ പാദം വരെ രക്തം എത്തിക്കുന്നതും അതിൻ്റെ നടുക്കാണ് ഹാർട്ട് ഇസ് യുവർ ബേസിക് പമ്പ്. അപ്പോൾ ഇതിനകത്ത് ഈ രക്തക്കുഴലിനകത്ത് തടസ്സം വരുമ്പോഴോ ബ്ലോക്ക് വരുമ്പോഴത്തേക്കിനും ഈ സ്ട്രെസ് ക്രോണിക്കായിട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഓൾ ദീസ് റോഡ്സ് ഗെറ്റ് വോൺ ഔട്ട്, അല്ലെങ്കിൽ ദേ ഹാവ് പ്ലാക്ക് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഒരു കുണ്ടും കുഴി ഉണ്ടാകുന്ന പോലെ ഹാർട്ടിനകത്തൊരെണ്ണം ഉണ്ടായ ഒരു ഹാർട്ട് അറ്റാക്കാണ്, ബ്രെയിനകത്തുണ്ടായ ഒരു സ്ട്രോക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളും നമുക്ക് തന്നെ ചിന്തിക്കാൻ ആവശ്യമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഒരു ടോപ്പ് 5 റീസൺസ് പറയുകയാണെങ്കിൽ, ഒന്ന് ടൊബാക്കോ യൂസ്, കൊളസ്ട്രോൾ, BP, പിന്നെ ഷുഗറുണ്ട്, പിന്നെ അതർ വൺ ഇസ് യു ഹാവ് ഗോട്ട് stress can be other one. You can have family history or genetic nature. But ചിലർക്ക് ജാനതികമായി they have a problem. Multiple people in the family have got heart disease എന്ന് വെച്ചാൽ they have a higher tendency for heart disease. അങ്ങനത്തെ ആൾക്കാർക്ക് ഇച്ചിരി കെയർഫുൾ ആയിരിക്കണം. ടെസ്റ്റുകളൊക്കെ ബാക്കി കാര്യങ്ങൾ നമ്മൾ. ഓക്കെ. ഇപ്പം ഞാൻ എവിടെയോ വായിച്ചതാണ്, നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ദർ ഇസ് ഒരു നാച്ചുറൽ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഈ എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഹാർട്ട് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതങ്ങനെയുണ്ടോ ശരിക്കും? നാച്ചുറൽ ബൈപ്പാസ് അല്ല, എക്സസൈസ് ആക്ച്വലി ഇംപ്രൂവ്സ് ദ ഹാർട്ട് ഫങ്ഷൻ. ഹാർട്ട് ഫങ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിൻ്റെ ഇടിപ്പ് ലെറ്റ്സ് സേ അബൌട്ട് 60 to 80 beats per minute ആണെങ്കിൽ ആസ് യു എക്സർസൈസ് ദ ഹാർട്ട് ബിക്കംസ് മോർ എഫിഷ്യൻറ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ മസിൽ ബിക്കംസ് ബെറ്റർ. അപ്പോൾ നമ്മൾ ഇറ്റ് കോൺട്രാക്ട്സ് ബെറ്റർ
ഓട്ടം ഹാർട്ടിൻ്റെ രക്തക്കുഴലായിട്ട് ബെറ്റർ ആവും. പ്ലസ് എക്സർസൈസ് കൊണ്ട് ഉള്ള ഡെപ്പോസിറ്റ്സും കാര്യങ്ങളൊക്കെ പതുക്കെ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് എ റെഗുലർ എക്സർസൈസ്. നമുക്കൊരു പ്ലാക്ക് ബിൽഡപ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ എക്സർസൈസ് ഇസ് വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞ ബൈപ്പാസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് അവർക്ക് എല്ലാ എക്സർസൈസും അത്ര ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും റെഗുലർ വാക്കിംഗ് ഓർ റെഗുലർ അങ്ങനെ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേനും ഹാർട്ട് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാക്കും. ദർ കോൾ കൊളാട്രൽസ് എന്ന് വെച്ചാൽ ഈ അടഞ്ഞ രക്തക്കുഴലിന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ചുറ്റുവട്ടത്തുള്ള രക്തക്കുഴൽ ചെറിയ ചില ശാലം നിർമ്മിക്കും. ബട്ട് ദാറ്റ് ഇസ് എ വെരി സ്ലോ പ്രോസസ്സ്, ഗ്രാജുവൽ പ്രോസസ്സ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാർട്ട് ഇച്ചിലൂടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ബിക്കോസ് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരുവാണെങ്കിൽ അവിടെ ഓൾറെഡി ചെറിയൊരു സപ്ലൈ ഉണ്ട്. ബട്ട് ദെൻ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് കോൾഡ് എ കൊളാട്രൽ സർക്കുലേഷൻ ഇൻ ദി ഹാർട്ട്. അത് ചിലർക്കുണ്ടാവാറുണ്ട്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണാറുണ്ട്. ചില ബ്ലോക്സിന് പേഷ്യൻ്റ് പറയും എനിക്ക് സിംറ്റംസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാലും അവർക്ക് സിംറ്റംസ് വരാതിരിക്കാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ ഹാർട്ടിന് ഇങ്ങനെ ഒരു ചെറിയ രക്തക്കുഴൽ നിർമ്മിച്ച് നാച്ചുറൽ ബൈപ്പാസ് പോലൊരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പലരുടെയും പ്രാർത്ഥനയായിരിക്കും, പുള്ളിയുടെ ഫെയ്റ്റ് ആയിരിക്കും. ബട്ട് ദെൻ ഹി ലിവ്സ് ലോങ്ങർ ബിക്കോസ് ഇങ്ങനെയൊരു സംഗതി. എല്ലാവർക്കും ഇത് വരത്തില്ല. ചില ആൾക്കാർക്ക് ഈ ബൈപ്പാസ് കിട്ടാത്ത ആൾക്കാരാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് ശരീരത്തിന് അങ്ങനെ ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യാൻ എല്ലാവർക്കും സെയിം കപ്പാസിറ്റി അല്ല. പക്ഷേ ശ്രദ്ധിച്ചാൽ എക്സർസൈസ് കൊണ്ട് നല്ല ഗുണം കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാർട്ട് ഹെൽത്തിന് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീങ് സെഡൻറ്ററി എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്, പറയുമ്പോൾ തന്നെ ആക്ച്വലി പേടിയാവും, കാരണം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജിമ്മുകളിൽ നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നത്. അത് ഈ റീസെൻ്റ്ലി ഇവിടെ അങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീണെന്ന്. അതിൻ്റെ ഒരു റീസൺ എന്താ? അതായത് മേ ബി അവർ കുറേ കാലങ്ങളായിട്ട് റെഗുലർ വർക്കൗട്ട് ചെയ്യുന്ന അത്യാവശ്യം ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നതും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അപ്പോൾ എക്സസൈസും വർക്കൗട്ട് ആവില്ലേ എന്നുള്ളൊരു തോട്ട് വരും. രണ്ട് തരത്തിലുണ്ട്. സപ്പോസിങ് യു ആർ എ റെഗുലർ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ഹാവ് ടു നോ യുവർ പെർട്ടിക്കുലർ ലെവൽസ്. നമ്മളൊരു പെർട്ടിക്കുലർ ഇത് കഴിയുമ്പോഴത്തേക്കിനും ഇഫ് യു ഡു എ സുപ്രാമാക്സിമൽ, നമുക്ക് പറ്റുന്നേക്കാളും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്താൽ, ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. നമ്മൾ ഇഫ് യു ആർ ഡൂയിങ് something like a bench press or a weight based training program ആണെങ്കിൽ every time there is a tendency to increase the weight over a period of time. നമുക്ക് ഏതായാലും ബൾക്കപ്പ് ചെയ്യാനാണെങ്കിലോ മസിൽ ബോഡി ടോൺ ചെയ്യാനാണെങ്കിൽ there is, അപ്പം as you grow past a certain level അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ എക്സർസൈസ് മാത്രം ചെയ്തിട്ട് ഇപ്പോൾ ഹീസ് ക്യാരിങ് ഹൈ ബ്ലഡ് പ്രഷർ ഓർ ഡയബറ്റീസ് ഓർ കൊളസ്ട്രോൾ ഉള്ള ആൾ ഓർ പ്രീവിയസ്ലി എന്തെങ്കിലും ഒരു ചെസ്റ്റ് പെയിൻ ഉള്ള ആൾ നമ്മളിത് കരുതാതെ എക്സർസൈസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ വിത്തൗട്ട് ചെക്കിംഗ് അപ്പ് ദാറ്റ് ബിക്കംസ് റിസ്കി. Last few years back there was a famous Kannada actor who suddenly collapsed in the gym. He had chest pain, he went to the doctor. Initially they did not find anything or there was a doubt, but then ideal thing would be to rest, റീചെക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട്. നമുക്ക് എന്തെങ്കിലും തിരിച്ചു പോയി ജിമ്മിൽ പോയിട്ട് എക്സർസൈസ് കൊണ്ട് ആ സമയത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ വിഷമം വരുന്നത്. ദാറ്റ് ഈസ് വൺ പോസിബിലിറ്റി. ഇറ്റ് ഇസ് കോൾഡ് എ പ്ലാക്ക് റപ്ചർ. ഒരു രക്തക്കുഴലിനകത്തുള്ള ഒരു കൊഴുപ്പിൻ്റെ അംശം പെട്ടെന്ന് ആ രക്തക്കുഴൽ അടഞ്ഞു പോകും. അപ്പോൾ ഇറ്റ് ഇസ് എ ഗ്രാജുവൽ പ്രോസസ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഭയങ്കര എക്സർസൈസ് അല്ലെങ്കിൽ സ്ട്രെയിൻ വരുമ്പോഴത്തേക്കിനും അത് പൊട്ടാൻ സാധ്യതയുണ്ട്. That suddenly causes one thing. That is one possibility. Second thing, അതായത് അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്ത് അത് റീചെക്ക് ചെയ്ത് പ്രശ്നമൊന്നുമില്ല എന്ന് കൺഫേം ചെയ്ത് വളരെ നോർമൽ ആയതിനു ശേഷം ബാക്ക് ടു ജിം പോവുള്ളൂ. സോ അതുകൊണ്ട് ദി ഫസ്റ്റ് dictum always is listen to your body or listen to your heart. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ the most important thing is rest. നിങ്ങൾ പറഞ്ഞ പോലെ റീസെൻ്റ്ലി ദർ ഹാവ് ബീൻ മെനി കേസസ്. എൻ്റെ ചുറ്റുവട്ടത്തും ആൾക്കാർ എന്തെങ്കിലും കളിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ പോകുമ്പോഴത്തേക്കിനും ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ദി അതർ കോമൺ കോസസ് ദർ ഇസ് കോൾഡ് ഒരു കാർഡിയക് മസിലിൻ്റെ തിക്നെസ്, കാർഡിയോമയോപ്പത്തി എന്ന് പറയും. ഓൾറെഡി അവർക്ക് ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം, രക്തക്കുഴലിനല്ലാതെ ഹാർട്ടിൻ്റെ പേശികൾ മസിൽസിന് ചിലപ്പം ഒരു അബ്നോർമൽ സ്ട്രക്ചർ ചിലർക്ക് കാണും. അതറിയണമെങ്കിൽ ദേ നീഡ് എൻ എക്കോ കാർഡിയോഗ്രാം. ടു ഗിവ് യു an insight into this, if you go to a European football club, any of the premier clubs, they always have a cardiac full checkup even before they have a junior program. അവർ നോക്കുന്നത് they do an ECG, do an echo. ECG echo നോക്കുന്നത് എന്തെങ്കിലും rhythm abnormalities ഉണ്ടോ, echo ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നോർമൽ ആണോ നോക്കും. എന്നിട്ടേ അവരതിനകത്ത് കയറ്റുള്ളൂ. ബിക്കോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും റീസെൻ്റ്ലി, ഐ മീൻ ദർ ഇസ് അബൌട്ട് 5 to 6 years ബാക്ക് ഒരു ഫുട്ബോൾ ഫീൽഡിൽ വെച്ച് ഒരു ഫുട്ബോളർ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീണു ആൻഡ് ദേ കുഡ് നോട്ട് സേവ് ഹിം. അവർ റീചെക്ക് ചെയ്ത് നോക്കിയപ്പം ദ പോസിബിലിറ്റീസ് ദേ സെഡ് വാസ് വൺ ഇസ് എ റിതം, ഹാർട്ടിൻ്റെ താളം തെറ്റിക്കിടന്ന് പെട്ടെന്ന് നിന്ന് പോയതാണോ, ഓർ ഈ മസിലിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ട്
ആ സമയത്ത് രക്തോട്ടത്തിനോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിനോ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സോ ദീസ് തിങ്സ് യൂഷ്വലി ഇസ് ഡൺ വിത്ത് ഇങ്ങനൊരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് പോകുന്ന ആൾക്കാർ, ഓർ സംബഡി ഹൂസ് ഡൂയിങ് completely physical activity like a footballer or somebody who's a sports person. Usually we advise to go for a cardiac checkup before. അപ്പോൾ അതിനകത്ത് ബേസിക് ചെക്കപ്പ് ECG ഒക്കെ ഒരു ട്രെഡ്മിൽ ടേക്സ് about 2 hours, കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് അറിയാം. സെക്കൻഡ് തിങ് ഇസ് മോർ കോമൺ ഇസ് നമ്മൾ പേഴ്സൺ ഹൂസ് എക്സർസൈസിങ്, ഹൂസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ 2-3 years, പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്ക് വന്നു. ലേഡീസിന് ദേ ഹാവ് ചേഞ്ച് ദർ ജോബ്, സംബഡി ഹാസ് എ ബേബി. ആണുങ്ങളുടെ ദേ ഗോ ടു അനദർ സിറ്റി, or they are staying away from the family, so the food control or our schedule disrupt completely മാറിണ്ടാവും. 2-3 years അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവർ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ മനസ്സിൽ പണ്ട് ഞാൻ 150 kg ഞാൻ കിട്ടിയ ആളെന്ന് വെച്ച് ആദ്യത്തെ ദിവസം തന്നെ പോയി ചെയ്താൽ അവർക്ക് അസുഖം വരും, ബുദ്ധിമുട്ടുണ്ടാവും. സോ സ്റ്റാർട്ട് സ്ലോ, ബി ഗ്രാജുവൽ, ബട്ട് ബി പെർസിസ്റ്റൻറ്റ്. നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. പക്ഷേ ഇഫ് യു ആർ ഇൻ ദർ ഏജ് ഗ്രൂപ്പ്, ലെറ്റ് സേ നിങ്ങൾ പറഞ്ഞ 30 to 40 ഏജ് ഗ്രൂപ്പിലാണ്, യു ആർ റീസ്റ്റാർട്ടിങ് എക്സസൈസ് റുട്ടീൻ, പ്ലീസ് ഹാവ് എ ചെക്കപ്പ് ബിഫോർ യു സ്റ്റാർട്ട്. നമ്മളവിടെ ആദ്യം തന്നെ പോയിട്ട്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ റെഗുലർ എക്സർസൈസ് ചെയ്യുന്ന ആൾക്ക് ഡിഫറെൻ്റ് ആണ്, ബട്ട് എ പേഴ്സൺ ഹൂസ് റീസ്റ്റാർട്ടിങ് എക്സർസൈസ് ദേ ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ് ബിഫോർ ദാറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും സിമ്പിൾ വാക്കിംഗ്, മേ ബി സ്റ്റാർട്ട് വിത്ത് കാർഡിയോ. വൺസ് യുവർ ബോഡി ഈസ് ഫൈൻ ആൻഡ് യു ആർ ഫീലിംഗ് കുഴപ്പമില്ലെന്നാണെങ്കിൽ മൂവ് ഓൺ ടു ദി അതർ ടൈപ്സ് ഓഫ് വെയ്റ്റ് ട്രെയിനിങ്ങോ ഇതായിട്ട് അങ്ങനെയായിരിക്കും. ഈ നമ്മളിപ്പോൾ ഒരു 30 വയസ്സൊക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ യൂഷ്വലി ജിമ്മിൽ പോകുന്ന ജിമ്മിലെ ആളുകളുടെ ചാകര സമയം എന്ന് പറയുന്നത് ന്യൂ ഇയർ സമയമാണ്. അപ്പോഴാണ് നമ്മൾ ഇന്ന് തൊട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഓഫറുകളൊക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെൻ യു ഹിറ്റ് 30 വയസ്സ് കഴിയുമ്പോൾ ഓക്കെ ഇനി ഞാൻ അങ്ങ് സെറ്റാണ്, ഇനി എനിക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പോകും. 30-35. അപ്പോൾ ഈ ജിമ്മിലേക്ക് പോകുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ടെസ്റ്റൊക്കെ ചെയ്തൊന്ന് കൺഫേം ചെയ്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? അതെ, ഐഡിയലി പ്രഷർ ഒന്ന് നോക്കണം, ഷുഗർ ഒന്ന് നോക്കണം, കൊളസ്ട്രോൾ ഒന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഡു. ഓക്കെ. പ്രീവിയസ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഓർ യു ആർ എ സ്മോക്കർ, ഓർ യു ഹവ് ഗോട്ട് ഡയബറ്റീസ്, അങ്ങനെ നമുക്ക് ഓൾറെഡി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് എൻ ECG ആൻഡ് എൻ എക്കോ, ഹാർട്ടിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോക്കുന്ന ഇപ്പം എല്ലാം നമ്മൾ ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു നാട് വേറെ ഒരു സ്ഥലത്ത് ഇന്ത്യയിലില്ല. എല്ലാ കോർണറിലും പോയാൽ ദർ ഇസ് എ ഡയഗ്നോസ്റ്റിക് ലാബ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, പാക്കേജസ് ഉണ്ട്, ഇഷ്ടംപോലെ നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഏജ് ഗ്രൂപ്പിൽ മനസ്സിലെപ്പോഴും എനിക്കൊരു അസുഖം ഇല്ലെന്ന ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ട്. ബട്ട് ദെൻ യു ഷുഡ് ചെക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പേടിയുണ്ടല്ലോ, കാരണം ചെക്ക് ചെയ്തിന് എന്തെങ്കിലും കണ്ടാൽ അതായി, അതിൻ്റെ ടെൻഷനായി. അതാണ് സാധാരണമായിട്ട് പേഷ്യൻസ് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഒരു സഡൻ കൊളാപ്സ് ഓർ സഡൻ തിങ് വന്നാൽ ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ഓൺലി യു. അതെ, സത്യം. ദർ ഇസ് എ ഹോൾ എക്കോസിസ്റ്റം അറൗണ്ട് യു. ഇപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ പേരൻസ്, യുവർ ഫാമിലി, യുവർ ചിൽഡ്രൻ, ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ അറൗണ്ട് യു. അപ്പം ചെക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയെങ്കിലും നമ്മുടെ കടമയാണ്. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ മാതിരി 20 വയസ്സിന് അല്ല 20 വയസ്സിൽ ഇപ്പോൾ 40 വയസ്സിൽ ബ്ലോക്കുള്ള ആൾക്കാർക്ക് 20 വയസ്സിൽ വന്നതെന്നുണ്ടെങ്കിൽ ഈ 20 വയസ്സിൽ, അതായത് വളരെ യങ് ഏജിൽ, നമ്മൾ ഏറ്റവും 20 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് അഡൽട്ട്സ്, നമ്മുടെ ഇവിടെ അവരിപ്പോഴും നമ്മുടെ കുട്ടികളെന്നാണ് നമ്മൾ പറയുക. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് വളരെ ചെറിയ കുട്ടികൾക്കുൾപ്പെടെ, ഇപ്പം ഞാൻ ഏതോ ഒരു ഇതുപോലൊരു പോഡ്കാസ്റ്റിൽ കേട്ടതാണ്, 13 വയസ്സുള്ള കുട്ടിയും അതിൻ്റെ അച്ഛനും കൂടെ വന്നപ്പോൾ, ഓ അച്ഛൻ്റെ കൂടെ വന്നാണോ മോന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാനാണ് പേഷ്യൻ്റ് എന്ന് കുട്ടി പറഞ്ഞു, ഹാർട്ട് പേഷ്യൻ്റ്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വരെ ഇപ്പോൾ ഈ ഒബീസിറ്റി, കൊളസ്ട്രോൾ, അപ്പം അങ്ങനെ പാരൻസും വരുന്നുണ്ടാവുമല്ലോ കാർഡിയാക് പ്രശ്നം, കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട്. അങ്ങനെ ഡോക്ടേഴ്സ് നോട്ടീസ് ചെയ്ത്, അതായത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇപ്പോൾ ഡോക്ടർ യു ഹാവ് 2 kids, അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ ഡോക്ടർ കൊടുക്കുന്നൊരു കെയർ ഉണ്ടല്ലോ, ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതെന്തൊക്കെയാണ്? നമുക്ക് ഇന്നത്തെ കാലത്ത് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഐ മോസ്റ്റ് ഓഫ് ദ ടൈം കനോട്ട് ഗിവ് ടു മൈ കിഡ്സ് ഇസ് ടൈം. ഓക്കെ. സോ people try to compensate in various ways, but we try to stay as much as possible with the kids. പക്ഷേ അതിന് പകരം either as food or any other kind of entertainment, which can be a screen, which can be a phone or whatever, അങ്ങനെ കുറച്ച്, or you have certain kinds of food which they like when you are with them. അപ്പോൾ നമ്മളാ പോകുമ്പോഴത്തേക്കിന് അതിന് നമുക്ക് there is no control. അപ്പം one thing is specifically we think about is food control. എന്ന് വെച്ചാൽ you have to have certain kinds of food which are healthy. അപ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്നത് ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ
നമ്മുടെ ഇഷ്ടവും നമ്മുടെ സങ്കടവും എല്ലാം അവർക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ കൊടുത്ത് മാറ്റാന്ന് വെച്ചാൽ നല്ല എല്ലാ ദിവസവും പോയി നല്ല ഭക്ഷണം കഴിക്കുകയൊക്കെ, അത് ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം കിട്ടുന്ന കുറച്ച് സമയം അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി അതിലേക്ക് ഈ ലക്ഷറി ആഡ് ചെയ്യുന്നത് നിർത്തണം. It is difficult because 90% of the people who, you go to a mall, it is always busy and all those things. അപ്പോൾ ആൾക്കാർ, everybody comes with their kids. എല്ലാവർക്കും ഇഷ്ടമാണ് അവിടെ പോയി അടിച്ച് പൊളിക്കാൻ നടക്കുക. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നീഡഡ് ബിക്കോസ് നമുക്ക് ആ ടൈം ചിലപ്പോൾ ടൈം കിട്ടത്തില്ല. ബട്ട് അതിന് ഒരു ലിമിറ്റ്, ഒരു കൺട്രോൾ എപ്പോഴും നമുക്ക് വേണമെന്നാണ്. സോ ഫസ്റ്റ് തിങ് ഇസ് ഇൻകൾട്ട് ഭക്ഷണത്തിനെ പറ്റി ശ്രദ്ധിക്കുക. സെക്കൻഡ് തിങ്, സം ഫോം ഓഫ് റെഗുലർ എക്സർസൈസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. an obese child becomes an obese adult if you are not careful. അപ്പം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഹാസ് ടു ബി കൺട്രോൾഡ് റൈറ്റ് ഫ്രം സ്കൂൾ ഏജ്. അപ്പം സ്കൂളിൽ മോസ്റ്റ് ഓഫ് ദീസ് പ്ലേസസ് ഹാവ് ഗോട്ട് എ ഗുഡ് എക്സസൈസ് പ്രോഗ്രാം. അപ്പോൾ അവരോട് എൻകറേജ് ചെയ്യുക, എനി പർട്ടിക്കുലർ ഡിസിപ്ലിൻ ഏതാണെങ്കിലും, ഇപ്പം റണ്ണിങ് ആണോ സ്വിമ്മിങ് ആണോ വാട്ട് എവർ ദേ ക്യാൻ ടേക്ക്, ആൻഡ് ദേ ഷുഡ് ഓൾവേസ് കണ്ടിന്യൂ ഇറ്റ് ത്രൂ അഡൾട്ട്ഹുഡ് എന്ന് പറയും. സോ ദാറ്റ് ഹാബിറ്റ് ഐ തിങ്ക് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഹെൽത്തി ഹാബിറ്റ് കൊടുക്കുന്നതാണ് ലോങ് ടേം അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഓക്കെ, പിന്നെ അപ്പോൾ അത് അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അത് എളുപ്പമല്ല കേട്ടോ, അത് സത്യം ഫ്രം എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കുട്ടികൾ, ഇപ്പോൾ ഡോക്ടറുടെ കുട്ടികളാണെങ്കിലും നമുക്ക് അവരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ പറ്റില്ല ഈ പറയുന്ന ഒരു കാര്യത്തിൽ. കാരണം ഇത് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുണ്ട്, കുട്ടികളും അത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവർ വിചാരിക്കുന്ന അവരുടെ സന്തോഷത്തിന് നമ്മൾ തടയിടുന്നു എന്നാണ്. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? കുട്ടികളോട് എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക? വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അത് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ച് ഡെഫിനറ്റ്ലി ആസ് കിഡ്സ് ഗ്രോ അപ്പ് ദർ വിൽ ബി ലോട്ട് ഓഫ് റെസിസ്റ്റൻസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും. ബട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആസ് ദേ ബിക്കം മോർ മെച്യൂർ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. നമ്മളപ്പം എല്ലാ സമയത്തും തൃപ്തിപ്പെടുത്താൻ നടക്കരുത്. അത് എല്ലാ പേരൻസും ചിലപ്പോൾ ചെയ്തു പോകുന്ന സംഗതിയാണ്. അപ്പം എവ്രിബഡി ഈസ് ഗിൽറ്റി, അതിനകത്ത് ഇതൊന്നുമില്ല. ബട്ട് ദെൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഈ കാര്യങ്ങൾ ഇതാണ്, ആൻഡ് ബീങ് ആൻ അഡൾട്ട് യു ആർ റെസ്പോൺസിബിൾ. അപ്പം ആ സമയത്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പർട്ടിക്കുലർ കറക്റ്റ് ചാനലിലോട്ട് കൊണ്ടുവരിക എന്നാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതൊന്ന് മോൾഡ് ചെയ്തെടുക്കുക. റെസ്പോൺസിബിലിറ്റി ആൻഡ് അവർ ഡ്യൂട്ടി.